ബോർഡ് ക്ലിയർ അല്ലേ? ആ മിസ്സേ. ഓക്കെ, അപ്പൊ നമ്മള് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ പാരാമീറ്റർ എന്താണെന്നും സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നും പോപ്പുലേഷൻ എന്താണെന്നും സാമ്പിൾ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, ആദ്യത്തെയാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. കൈ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇതില് ഈ കൈ സ്ക്വയറിന് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ആ ഗ്രീക്ക് ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സിമ്പൽ വെച്ചിട്ടാണ്. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൈ സ്ക്വയർ. ഇതാണ് കൈ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പല്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് കൈ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ എഴുതാറുണ്ട് നമ്മൾ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്നും എഴുതാറുണ്ട്. സോ കൈ സ്ക്വയർ എന്നുള്ള ആ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പൽ ആണ് ഇത്, കൈ സ്ക്വയർ. ഓക്കെ, കാൾ പിയേഴ്സൺ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഈ കൈ ഡിസ്ട്രിബ്യൂഷൻ പ്രപ്പോസ് ചെയ്തത്. ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാനുള്ള കാരണം ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റാൻഡം വേരിയബിള് n mu sigma square ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. എക്സ് ഫോളോസ് 1 സെക്കൻഡ്. സോറി, ഒരു കോള് വന്നിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. എന്താ ഫോളോ ചെയ്യാം? ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? എന്തായിരിക്കും എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയുടെ ഡിസ്ട്രിബ്യൂഷൻ? n01 കാരണം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ് ചെയ്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ കൈ സ്ക്വയർ വേരിയേറ്റ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് നോർമലിന്റെ സ്ക്വയർ ആയിട്ടാണ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് കിട്ടുന്ന വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും. ആ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിളിന്റെ സ്ക്വയർ അതായിരിക്കും എന്ത്? കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷനുകളെയാണ് നമ്മൾ
സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഈ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്? സ്റ്റാൻഡേർഡ് നോർമലിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന വേരിയബിളിനെയാണ് നമ്മൾ കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മള് എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ടാണ് കൈസ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നായത്. സപ്പോസ് നമുക്ക് x1 x2 എക്സെട്ര xn ഫോളോസ് n mu sigma സ്ക്വയർ എന്ന് വിചാരിക്കുക. x1 x2 എക്സെട്ര xn ഫോളോസ് n mu sigma സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം zi ഈക്വൽ ടു xi മൈനസ് mu ബൈ സിഗ്മ ഫോളോസ് n01 അല്ലെ? അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n summation i equal to 1 to n zi square follows chi square with n degrees of freedom. അതായത് ഞാൻ ഒന്നുകൂടി എഴുതാം. സപ്പോസ് xi follows n mu sigma square for i equal to 1 to etc up to n. അതായത് നമുക്ക് n റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഓരോ റാൻഡം വേരിയബിളും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് zi എന്ന് പേര് കൊടുത്തു. സോ xi മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് n01. ദെൻ സമ്മേഷൻ i ഈക്വൽ ടു 1 to n zi സ്ക്വയർ. അതായത് നമ്മൾ ഈ n റാൻഡം വേരിയബിൾസിനെയും ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ df എന്നാണ് ചെറുതാക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രേ അറിയാനുള്ളൂ. കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമലിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന വേരിയബിളിനെയാണ് നമ്മൾ കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. അത് നമ്മൾ ഒറ്റ വേരിയബിളെ എടുത്തുള്ളെങ്കിൽ കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും, നമ്മൾ ഇതുപോലെ n വേരിയബിൾസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും പറയും. ഓക്കെ, ഇനി ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന എത്ര വേരിയബിൾസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ x1 പ്ലസ് നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്നുള്ള നമുക്ക് 3 വേരിയബിൾസ് x1 x2 x3. അതിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, x1 പ്ലസ് x2 പ്ലസ് x3 0 ആവണം. അപ്പൊ നമുക്ക് ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ x1നും x2നും നമുക്ക് ഏതെങ്കിലും രണ്ട് x1 x2 എന്ന് പറയുന്നില്ല, ഈ x1 x2 x3യിലെ ഏതെങ്കിലും രണ്ട് വേരിയബിൾസിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. പക്ഷെ മൂന്നാമത്തെ വേരിയബിളിന് നമുക്ക് അതിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. കാരണം x1ഉം x2ഉം x3യും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആവുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. ഇപ്പൊ ഞാൻ x1ന് 1 എന്നും x2നും 1 എന്ന് കൊടുത്താൽ x3ന് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. കാരണം x1 പ്ലസ് x2 പ്ലസ് x3 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പൊ ഇവിടെ x1 പ്ലസ് x2 2 ആയാൽ x3 എന്താവണം? -2 ആവണം. എന്നാലേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാല് ഒരു സ്റ്റാറ്റിസ്റ്റിക്കില് ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 3 വേരിയബിൾസ് ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഏതെങ്കിലും 2 വേരിയബിൾ x1 x2 എന്നൊന്നും തന്നെ ഇല്ല, ഏതെങ്കിലും 2 വേരിയബിൾസിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അല്ലെങ്കിൽ ആ 2 വേരിയബിൾസിന് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷെ മൂന്നാമത്തെ വേരിയബിൾ ആ 2 വേരിയബിളിന്റെ വാല്യൂ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും മൂന്നാമത്തെ വാല്യൂ. അപ്പൊ മൂന്നാമത്തേന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കേസിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 2 വരും. കാരണം 2 വേരിയബിൾസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാറ്റിസ്റ്റിക്കിലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റുന്ന എത്ര വേരിയബിൾസ് ഉണ്ടോ അതായിരിക്കും അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൈസ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്തപ്പോ സമ്മേഷൻ i ഈക്വൽ ടു 1 to n zi സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൽ x1 x2 അവിടെ പ്രത്യേകിച്ച് കൺസ്ട്രെയിൻസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്നുള്ള ഒരു കൺസ്ട്രെയിൻ തന്നതുകൊണ്ടാണ് നമുക്ക് മൂന്നാമത്തെ വേരിയബിളിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇവിടെ നമുക്ക് അങ്ങനെ കൺസ്ട്രെയിൻസ് ഒന്നും തരാത്തത് കൊണ്ട് n വേരിയബിൾസും അതായത് x1 x2 x3 എക്സെട്ര xnനും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് അസ്യൂം ചെയ്യാം. അതുകൊണ്ടാണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ആയിട്ട് മാറിയത്. ഓക്കെ,
അപ്പൊ ഈ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? മിസ് ക്ലിയർ ആയി. ക്ലിയർ ആണ്. അപ്പൊ എഴുതൂ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ് കേട്ടോ. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഓൾസോ എഴുതുക. താഴെ എഴുതുക. കാൾ പിയേഴ്സൺ in 1900. Carl Pearson in 1900 described the well-known sampling distribution known as chi-square distribution, or distribution of chi-square, also denoted as ഇങ്ങനെ എഴുതുക. ഈ സിമ്പിൾ ആയിട്ട് എഴുതുക കേട്ടോ. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഈ സിമ്പിളിനെ നമ്മൾ പറയുന്നതാണ് കൈ സ്ക്വയർ എന്നുള്ള പേര്. താഴെ എഴുതുക. The square of a standard normal variate is known as a chi-square statistic. Full stop. The square of a standard normal variate is known as a chi-square statistic. Chi-square statistic. That is, if x follows n mu sigma square, then z equal to x minus mu by sigma follows n01, and z square equal to x minus mu by sigma the whole square is a chi-square variate with 1 degrees of freedom. ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ടാണ് 1 degrees of freedom. In general, if xi, bracket I equal to 1 to etc. up to n are n independent normal variates, with mean mu I and variances sigma I square, then chi-square equal to summation I equal to 1 to n zi square equal to summation I equal to 1 to n xi minus mu I
divided by sigma I, the whole square is a chi-square variate with n degrees of freedom. Is a chi-square variate with n degrees of freedom. Degrees of freedom df നെ അബ്രിവേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. എഴുതിയോ? മിസ് എഴുതി. ഓക്കെ, ഇനി താഴെ ഡെഫിനിഷൻ ആയിട്ട് എഴുതുക. ഈ chi-square ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻ നമുക്ക് പഠിക്കണ്ട. എന്താണ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്നും അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് വേണ്ടു. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ആയിട്ട് എഴുതുക. chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് chi-square. അപ്പൊ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ chi-square, a continuous random variable chi-square, comma, assuming values from 0 to infinity, assuming values from 0 to infinity, assuming values from 0 to infinity, comma, is said to follow a chi-square distribution is said to follow a chi-square distribution with n degrees of freedom, n degrees of freedom, n degrees of freedom if it's PDF, probability density function, if its PDF is given by f of chi-square equal to 1 by 2 raised to n by 2 divided by gamma of n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1, where 0 less than or equal to chi-square less than infinity and 0 elsewhere. Density കാണുമ്പോൾ 3 കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. chi-square ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് 1 by 2 raised to n by 2 by gamma n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1, where chi-square ആണ് നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ. chi-square varies from 0 to infinity and 0 elsewhere. അപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ സ്ക്വയർ ആണ് chi-square സ്റ്റാറ്റിസ്റ്റിക്. ആ chi-square സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് n വേരിയബിൾസ് ഉള്ളത്. അതുകൊണ്ടാണ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത്. ഈ താഴെ എഴുതുക, ഒരു പോയിന്റ് ആയിട്ട് എഴുതുക. Here n is the parameter of the chi-square distribution. Here n is the parameter of the chi-square distribution. chi-square ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് n ആണ്, സ്മോൾ ലെറ്റർ n. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അതിന്റെ പാരാമീറ്റർ, കാരണം അത് മാത്രമേ അതില് അൺനോൺ ആയിട്ടുള്ളൂ. താഴെ എഴുതുക, x is a random variable, x is a chi-square random variable, x is a chi-square random variable
X is a chi-square random variable with n degrees of freedom. With n degrees of freedom. X is a chi-square random variable with n degrees of freedom can be written as x follows chi-square താഴത്ത് n. അതിന്റെ അർത്ഥം x is a chi-square random variable with n degrees of freedom. Degrees of freedom നമ്മൾ chi-squareന്റെ താഴെ സിമ്പിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് നൊട്ടേഷൻ ട്ടാ. ഇതിന്റെ അർത്ഥം x is a random variable which follows chi-square distribution with n degrees of freedom. അതാണ് അതിന്റെ മീനിങ്. എഴുതിയോ? ആ മിസ് എഴുതി. അടുത്ത ഗ്രാഫ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. ഗ്രാഫ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ chi-square നമുക്കറിയാം, chi-squareന്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളൂ. ഇത് chi-square. ഇവിടെ നമുക്ക് f of chi-square. ഇവിടുത്തെ പാരാമീറ്റർ n ആണ്. അപ്പൊ n-ന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് എന്ത് വരിക, ഗ്രാഫിന്റെ ഷേപ്പ് മാറുക. ഓക്കെ, അപ്പൊ നമ്മൾ n-ന്റെ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് n-നാണ് chi-squareന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇത് വരയ്ക്കട്ടെ ഞങ്ങൾ. എൻ്റെ പ്രശ്നം ഇതെന്തോരാ, n equal to 1 ആവുമ്പോ, n equal to 2 ആവുമ്പോ, this is for n equal to 4 and this is for n equal to 10. വരയ്ക്കട്ടെ ഞങ്ങൾ. അതായത് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-ന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് chi-squareന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ n-ന്റെ വാല്യൂ ചെറുതാവുമ്പോഴും n-ന്റെ വാല്യൂ വലുതാവുമ്പോഴും അതിന്റെ ഷേപ്പിന് നല്ലോണം വ്യത്യാസമുണ്ട്. വരയ്ക്കട്ടെ. എഴുതിയോ? വരച്ചോ? ഇല്ല മിസ്, 1 മിനിറ്റ്. ഇല്ല ഇല്ല. മിസ് വരച്ചു. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറുന്നതിനനുസരിച്ചാണ് chi-squareന്റെ ഷേപ്പ് മാറുന്നത്, ഗ്രാഫിന്റെ ഷേപ്പ്. അതായത് chi-square ഗ്രാഫിന്റെ ഷേപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണോ? n-നെ ഡിപ്പെൻഡ് ചെയ്യണു. ഇവിടെ n-ന്റെ വാല്യൂ ചെറുതാവുമ്പോ, അതായത് n 1 2 ഒക്കെ ആവുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതായത് ഈ ഡിസ്ട്രിബ്യൂഷന്റെ ടെയിൽ എന്ന് പറയുന്നത് chi-squareന്റെ ലാർജർ വാല്യൂസിലാണ് ടെയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഒക്കെ ഞാൻ കഴിഞ്ഞ സെമിനാറിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ n സ്മോൾ ആവുമ്പോ നമ്മുടെ chi-square ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. പറയാനുള്ള കാരണം ഡിസ്ട്രിബ്യൂഷന്റെ ലാർജർ ടെയിൽ എന്ന് പറയുന്നത് chi-squareന്റെ ലാർജർ വാല്യൂസിലാണ് ലൈ ചെയ്യുന്നത്. ഇനി n-ന്റെ വാല്യൂ വലുതാവും തോറും നമ്മുടെ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്താണോ? സിമെട്രിക് ആവുന്നു. കണ്ട, n 4 ആവുമ്പോഴേക്കും അതൊരു കർവിന്റെ ഷേപ്പിലായി, n 10 ആവുമ്പോഴേക്കും അത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിന്റെ ഷേപ്പിലോട്ട് വരുന്നു, അല്ലെങ്കിൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പിലോട്ട് വരുന്നു. ഓക്കെ, എഴുതുക. അപ്പൊ ഇത് എഴുതണം നമ്മള്, ചിലപ്പോ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. The shape of chi-square curve, the shape of chi-square curve, the shape of chi-square curve depends on, the shape of chi-square curve depends on the values of n. The shape of chi-square curve depends on the values of n, small letter n. Full stop. For small n, for
small n, comma, the curve is positively skewed. The curve is positively skewed. The curve is positively skewed. We'll stop. As n increases, as n, the degrees of freedom increases, as n, the degrees of freedom increases, comma, the curve approaches to symmetry. The curve approaches to symmetry. The curve approaches to symmetry rapidly. Full stop. Okay. എഴുതിയോ? ആ മിസ് എഴുതി. ഓക്കെ. ഇനി അടുത്തത് മൊമെന്റ്സ്. അടുത്ത പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി മൊമെന്റ്സ്. മൊമെന്റ്സ് ഓഫ് കൈ സ്ക്വയർ. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം മീൻ ഇൻടു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ അല്ലേ? എക്സിന്റെ ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് കൈ സ്ക്വയർ ആണ്, എക്സ് അല്ല. നമ്മൾ സാധാരണ ഇ ഓഫ് എക്സ് എന്നാണ് എഴുതുക. ഇവിടെ നമ്മൾ കൈ സ്ക്വയർ ആണ് നമ്മുടെ എക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to infinity കൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് കൈ സ്ക്വയർ ഡി കൈ സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്തെല്ലാം കൈ സ്ക്വയർ വന്നിരിക്കുന്നു. ഇതിനെങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity കൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 raised to n/2 by gamma n/2 e raised to minus chi square by 2 chi square raised to n/2 minus 1 into d chi square. അല്ലേ? ഇതിൽ കോൺസ്റ്റന്റ്സിനെല്ലാം നമ്മൾ പുറത്തേക്ക് നിർത്തണം. 1/2 raised to n/2 പുറത്ത് നിർത്തി ബൈ ഗാമ n/2. കാരണം വിത്ത് റെസ്പെക്ട് ടു കൈ സ്ക്വയർ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതെല്ലാത്തിനെയും നമുക്ക് പുറത്ത് നിർത്താം. എഴുതണ്ട, അവിടെ ശ്രദ്ധിക്കാട്ടാ. ഇന്റഗ്രൽ 0 to infinity e raised to minus chi square by 2 into ഇവിടെ കൈ സ്ക്വയറിന്റെ പവർ 1, ഇവിടെ കൈ സ്ക്വയറിന്റെ പവർ n/2 മൈനസ് 1. അപ്പൊ 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് വരും? കൈ സ്ക്വയർ raised to n/2 കൈ സ്ക്വയർ raised to n/2 d കൈ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അതിനെ n/2 + 1 - 1 തന്നെ എഴുതാം. കാരണം നമുക്ക് അറിയുന്ന ഒരു ഇന്റഗ്രലിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ കൈ സ്ക്വയർ raised to n/2 + 1 - 1 എന്ന് തന്നെ എഴുതി. ഇനി ഇത് ഏത് ഇന്റഗ്രലിന്റെ ഫോം ആണ്? ഇതൊരു ഗാമ ഇന്റഗ്രലിന്റെ ഫോം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാമ ഇന്റഗ്രൽ. എന്തായിരുന്നു ഗാമ ഇന്റഗ്രല്? ഇന്റഗ്രൽ 0 to infinity e raised to minus ax into x raised to m minus 1 dx equal to എന്താ വരിക? ഗാമ m by a raised to m അല്ലേ? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കൈ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്, എയുടെ സ്ഥാനത്ത് 1/2 വന്നിട്ടുണ്ട്, എമ്മിന്റെ സ്ഥാനത്ത് n/2 + 1 ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന റിസൾട്ട് ആണ്. ഇത് ഗാമ ഇന്റഗ്രലിന്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഇന്റഗ്രലും ഈ ഇന്റഗ്രലും കൂടി കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ 1/2 എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് n/2 + 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 1/2 raised to n/2 by gamma n/2. ഗാമ എം എന്ന് പറഞ്ഞാൽ എമ്മിന്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കണോ? ഗാമ ഓഫ് n/2 + 1 ഡിവൈഡഡ് ബൈ a raised to m എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്നത് ഇവിടെ 1/2. സോ 1/2 raised to n/2 + 1 ആണോ? മനസ്സിലായോ ഈ എഴുതിയത് എങ്ങനെയാന്ന്? മനസ്സിലായി. ഓക്കെ, ഇനി ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, ഇവിടെ 1/2 raised to n/2
2 ഉണ്ട്, ഇവിടെ 1/2 റേസ് ടു n/2 പ്ലസ് 1 ഉണ്ട്. അപ്പൊ ഒരു n/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഇവിടെ എന്തേ വരുള്ളൂ? 1/2 എന്ന് മാത്രം. ഇനി ഗാമ n/2 പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഇൻറ്റു ഗാമ n/2 എഴുതിക്കൂടെ? അതെങ്ങനെയാ? ഗാമ എമ്മിനെ നമുക്ക് m-1 ഇൻറ്റു ഗാമ m-1 എന്ന് എഴുതാം. ഇതൊക്കെ ഗാമയുടെ റിസൾട്ടുകളാണ്. അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് n/2 പ്ലസ് 1 ആണ്. സോ m-1 എന്ന് പറഞ്ഞാൽ n/2 പ്ലസ് 1 മൈനസ് 1. അതുകൊണ്ടാണ് n/2 എന്ന് മാത്രമായത്. സോ n/2 ബൈ ഗാമ n/2 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഒരു ഗാമ n/2 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്. അപ്പൊ ഗാമ n/2 ക്യാൻസൽ ചെയ്ത് പോയി. ഈ 1/2 1/1/2 വരുമ്പോ അത് മേളിൽ ചെല്ലുമ്പോ എന്തായി? 2 ആയിട്ട് മാറും. സോ എന്ത് വരും? 2 ഇൻറ്റു n/2. 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ ഓഫ് കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? n എന്ന് കിട്ടി. അപ്പൊ n എന്ന് പറയുന്ന അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയാണ് കൈ സ്ക്വയറിന്റെ മീൻ ആയിട്ട് വരിക. മനസ്സിലായോ ഈ ഡെറിവേഷൻ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടാ. മനസ്സിലായി മിസ്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? മനസ്സിലായി മിസ്. എഴുതിക്കോളൂ. സാധാരണ നമ്മള് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. എക്സിന്റെ സ്ഥാനത്ത് കൈ സ്ക്വയർ എന്നുള്ള വേരിയബിൾ ആണ് എടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മള് സാധാരണ മീൻ കണ്ടുപിടിക്കുന്നത് പോലെയാണ്. അപ്പൊ കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് എന്നുള്ള വേരിയബിൾ കൈ സ്ക്വയർ ആണ് വേരിയബിൾ. ഓക്കെ, അപ്പൊ എടുത്തോളൂ മീന്. എല്ലാ സ്റ്റെപ്പുകളും റീസണുകളൊക്കെ സൈഡിൽ എഴുതിയിട്ട് മീൻ എന്ന് പറയുന്നത് n എന്ന് കിട്ടുന്നത് വരെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. മീന് കണ്ടുപിടിച്ചു. ആസ് യൂഷ്വൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണം? വേരിയൻസ് ഓഫ് കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് x square whole square minus expected value of chi square the whole square. അല്ലേ? e of x square minus e of x the whole square ആണ്. e of x square എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്നത് chi square ആണ്. So expected value of chi square the whole square minus expected value of chi square the whole square. അതിൽ ഇത് ഓൾറെഡി നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് chi square. ഇത് നിങ്ങൾ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to infinity chi square whole square into 1/2 raised to n/2 by gamma n/2 e raised to minus chi square by 2 d chi square. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ മീൻ ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയുക. ചെയ്തിട്ട് ആൻസർ പറയുക കേട്ടാ. നേരത്തെ നമുക്ക് ഇവിടെ ഈ സ്ക്വയർ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഈ സ്ക്വയർ വന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ല. മിസ്സേ അത് കഴിഞ്ഞ് ഒരു ടേമും കൂടി. സോറി. അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് chi square whole square 0 to infinity chi square whole square into 1/2 raised to n/2 by gamma n/2 e raised to minus chi square by 2 chi square raised to n/2 minus 1 d chi square. കറക്റ്റ് ആയി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. തൊട്ട് മുന്നേ മീനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ പറയാം. ചെയ്തോളൂ. കുഞ്ഞീസാണ് കിട്ടാണോ ഉത്തരം? n/2 - 1 d chi square.